ഓക്കെ, ഓൾറെഡി ഞാനിപ്പോൾ ആദ്യം വീഡിയോ എടുത്ത് കഴിഞ്ഞതാണ്. ഇത് രണ്ടാമത് ഒന്നുകൂടി എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അത് ഞാൻ ആദ്യം ഇടുന്നതേ ഉള്ളൂ. ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ സെറ്റപ്പ്, അതായത് ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഈ ഒരു സൗണ്ടിന്റെ ക്ലാരിറ്റി ഇഷ്യൂവും ഇതൊക്കെ ജസ്റ്റ് ഇന്നും കൂടെ കാണത്തുള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീക്ക് മാക്സിമം കൂടി പോയി കഴിഞ്ഞാൽ വെനസ്ഡേ. കാര്യം നെക്സ്റ്റ് വീക്കിൽ ഞാൻ അവൈലബിൾ അല്ല. അത് ആദ്യമേ പറയാണ്. മൺഡേ ടു വെനസ്ഡേ ഞാൻ എന്തായാലും അവൈലബിൾ ആയിരിക്കില്ല. അതിനുശേഷമുള്ള തേഴ്സ്ഡേ മുതലുള്ള ദിവസങ്ങളിൽ പഴയ പോലെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ആ ഒരു വോയിസ് ക്ലാരിറ്റിയും കാര്യങ്ങളും എല്ലാം ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇതൊരു ക്ലോസ് ആയിട്ട് ആദ്യമേ പറയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ് ഓൾ, അപ്പോൾ ഗുഡ് ഈവനിങ് മൈ ഡിയർ ട്രേഡേഴ്സ്. ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർ അഗൈൻ. സോ നമ്മുടെ ചാറ്റ് വിത്ത് TSPയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം അടുത്ത ഭീകരമായിട്ടുള്ള ഒരു ഭ്രാന്തം എക്സ്പയറി നമ്മൾ കണ്ടു. പക്ഷേ ഇത് ഭ്രാന്താണെന്നൊക്കെ നമ്മുടെ ഈ ഒരു അനാലിസിസ് വീഡിയോ കാണാത്തവർ പറയും. ഇന്നലെയും മിനിങ്ങാന്നും അതിന്റെ തൊട്ട് തലേ ദിവസങ്ങളെല്ലാം കണ്ടുവന്നവർക്ക് ഈ പറയുന്ന മൂവ്മെന്റ് എല്ലാം നമ്മൾ എത്ര ദിവസം മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തായിരുന്നെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. അതിനാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു ചാർട്ട് എടുത്ത് വെച്ചേക്കുന്നത്. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ്. കാര്യം വേറൊന്നുമല്ല, ഞാൻ പ്യൂർലി ഒരു കാര്യങ്ങളും വേറൊരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. കംപ്ലീറ്റ്ലി ഈ ഒരു ഒറ്റ ചാർട്ട് എടുത്ത് വെച്ചിട്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങളും ഈ ആഴ്ച നടക്കാൻ സാധ്യതയുള്ള സംഭവങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയെ നമ്മൾ പറഞ്ഞ കേസാണ്. കാര്യം ഇത് ലോവർ ഹൈ ആണെന്നും ഇനി ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്നലത്തെ വീഡിയോ കാണാത്തവർ പോയി കണ്ടാൽ മതി. ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോവർ ഹൈ ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അടുത്ത ലോവർ ഹൈ വന്നു. ഇവിടുന്ന് ഫസ്റ്റ് റെഡ് അടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഇവിടെ വീണ്ടും റെഡ് അടിക്കാം, മേ ബി ഗ്രീൻ അടിക്കാം, പക്ഷേ ഇവിടുന്ന് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ നടക്കാം. എക്സാക്ട്ലി അതുപോലെ തന്നെ അവിടുന്ന് അത് ഹൈ അടിച്ചു, തിരിച്ചിറങ്ങി. ഇന്നലെ ഭയങ്കരമായിട്ടൊരു മൂവ്മെന്റ് അപ്സൈഡ് നടന്നു, വീണ്ടും മിനിങ്ങാന്ന്. അതിനുശേഷം ഇന്നലെ ലൈറ്റ് ഒരു മൂവ്മെന്റ് നടന്നു, ഇന്ന് വീണ്ടും അവിടെ കൺസോൾട്ടേറ്റ് ആയി. സോ ഇതാണ് പറയുന്നത്. എങ്ങനെ നമുക്ക് മുൻകൂട്ടി ഒരു കാര്യം പ്രെഡിക്റ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല. അത് ഇത്രയേ ഉള്ളൂ സംഭവം എന്ന് പറയുന്നത്. അതിന് ഭീകരമായിട്ടുള്ള ന്യൂസോ കാര്യങ്ങളോ അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും കാണണ്ട. ഇത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിന്റെ ആ ഒരു ട്രാവലിംഗ് എങ്ങനെയായിരിക്കും, ആ ഒരു സൈക്കോളജി എങ്ങനെയായിരിക്കും മൂവ് ആവുന്നത്, ഇത് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. വേറെ വലുതായിട്ട് ഒന്നും ഇതിനകത്ത് അറിയാനായിട്ടില്ല. അപ്പൊ ഈ ചാർട്ട് മാത്രം മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. അത് നിങ്ങൾ ദയവേത് എല്ലാവരും ഒന്ന് ദയവേതെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നെങ്കിൽ ഇറങ്ങാം, അല്ലെ കൺസോൾട്ടേറ്റ് ആവും. ഞാൻ പറഞ്ഞു ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഇത് അപ്പ് മൂവ്മെന്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച നമ്മുടെ ഡൗ തിയറി പ്രകാരം ഇത് ഉറപ്പായിട്ടും ഇവിടുന്ന് ഇറങ്ങി വരാം. അല്ലെങ്കിൽ ഈ രണ്ടിറക്കം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇനി ഒരു കൺസോൾട്ടേഷൻ ആയിരിക്കാം നടക്കുന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇന്നത്തെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ആ 5 മിനിറ്റ് ക്യാൻഡിലോട്ട് ഞാനൊന്ന് വരാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഞാനിവിടെ പറയാം. ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇവിടെ നമ്മൾ ആദ്യത്തെ ഒരു സ്കാൽപ്പിംഗ് ഓപ്പർച്യൂണിറ്റി 20 പോയിന്റിന്റെ പടയെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പ്രീമിയം എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം നമ്മൾ ഇട്ടു. അപ്പം ഫസ്റ്റ് ടാർഗറ്റ് എടുത്തവർക്ക് അപ്പൊ തന്നെ എടുത്തിറങ്ങാൻ പറ്റുന്ന ഒരു കേസാണ്. അതിനുശേഷം ഇതാ ഒരു 10:45, ഏതാ 10:45 എന്ന് പറയുന്നത്, അതാണ്ട് ഏകദേശം ഈ ഒരു ടൈം ഒന്ന് നോക്കിക്കോട്ടെ ഒരു സെക്കൻഡ്. 10:45 പറഞ്ഞ ഈ ഒരു സമയമാണ്. ഈ ഒരു സമയം നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ആ ഓഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് സംഭവം നാരോ ഇനിഷ്യൽ ബാലൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് അനലൈസ് ചെയ്യുക. അതായത് ഇന്നത്തെ മൂവ്മെന്റ് ഇന്ന് എക്സ്പയറി ആണ്. ഇന്നത്തെ മൂവ്മെന്റ് വളരെ ചെറിയ ഒരു റേഞ്ചിൽ കിടന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന് ശേഷം തരുന്ന ഒരു ബ്രേക്ക് ഔട്ട് ഷുവറായിട്ട് അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യത കൂടുതലാണ്. മേ ബി കറക്റ്റ് ആവാം, റോങ് ആവാം, അത് വാട്ട് എവർ ഇറ്റ് വിൽ ബി. അപ്പൊ അതിനുശേഷം നിങ്ങൾ അങ്ങനെ എടുക്കുന്നതിന് പകരം കൺഫേം ആയിട്ടുള്ള ഒരു ട്രെൻഡ് ഫോം ആയതിനു ശേഷം, ആ ട്രെൻഡ് ഫോം ആയത് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെ, തലേ ദിവസത്തെ സെന്റിമെന്റ്സ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അപ്പൊ തലേ ദിവസത്തെ സെന്റിമെന്റ്സ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ യെസ്റ്റർഡേ ആ ഒരു ലോ കട്ട് ചെയ്ത് അതിന്റെ അകത്തോട്ട് കയറുമ്പോൾ തലേ ദിവസത്തെ സെന്റിമെന്റ്സിന്റെ അകത്തോട്ട് കയറി. ഇന്നൊരു പുതിയൊരു ഏരിയയിലായിരുന്നു നിന്നത് മാർക്കറ്റ്. പക്ഷേ ഇവിടുന്ന് ഒരു ഡൗൺ മൂവ്മെന്റ് വന്നു. എക്സാക്ട്ലി അത് ക്യാമറ പിവട്ടും പിന്നെ അതൊരു വീക്കിലി പിവട്ടാണ്. അത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീക്കിലി പിവട്ട് ഇടിച്ചു. ആദ്യം നമുക്ക് അവിടുന്ന് ഫോൾസ് ആയി, വീണ്ടും ഇത് വന്ന് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. അപ്പോഴും അത് ഫോൾസ് ബ്രേക്ക് ഔട്ട് തന്നെയായിരുന്നു. നമുക്ക് കൺഫേം ആയിട്ടൊരു ട്രെൻഡ് കിട്ടിയത് എപ്പോഴാണ്, ഈ ഒരു ഡേ ലോ ബ്രേക്ക് ചെയ്ത് താഴെ വന്നപ്പോഴാണ് സത്യത്തിൽ ഒരു കൺഫേം ആയിട്ട് ട്രെൻഡ് ചെയ്തത്. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് നിങ്ങൾ അങ്ങനെ എടുക്കാവുള്ളൂ. ഉറപ്പായിട്ടും ഫോൾസ് ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതിനുശേഷം അത് ഓൾറെഡി നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ക്ലബ് ചെയ്തവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. അതിനുവേണ്ടി നമ്മൾ അടുത്ത ഇന്നലെ ഷെയർ ചെയ്തൊരു കാര്യം കാണിച്ചു തരാം. എക്സാക്ട്ലി ഇന്നലെ ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഇതേപോലെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ രണ്ടായി മുകളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വീക്കിലി പിവട്ട് ഇവിടെ നിപ്പുണ്ട്. അതായത് വീക്കിലി പിവട്ടിന്റെ താഴെ ഒരു സാധനം ഓപ്പൺ ആയി, അത് നല്ല ഡിസ്റ്റൻസിലാണ് ഓപ്പൺ ആയെങ്കിൽ ഉറപ്പായിട്ടും വീക്കിലി പിവട്ട് റെസിസ്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ആ ഒരു
ഇത് നമ്മൾ മനസ്സിലാക്കിയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സെല് ചെയ്യുന്നവർക്ക് നേരത്തെ ചെയ്യാം, അല്ലെ ബൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനുശേഷം ഒരു ക്ലോസ് കിട്ടുമ്പോഴത്തേക്ക് എടുത്താൽ മതി. ഇത് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ പോലെ അവിടെ ഒരു ഡൈനാമിക് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതുപോലെ വീക്കിലി പിവറ്റും ഉണ്ട്, അവിടെ പോയി അതുപോലെ അത് ഇറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ഇന്നത്തെ വീഡിയോ കാണുന്നതിനുപരി നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ട മസ്റ്റ് ആയിട്ട് ക്ലിയർ കട്ട് ഡീറ്റെയിൽ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട് നമ്മൾ. അതായത് നിഫ്റ്റിയുടെ ആയാലും ഒരു ലോങ്ങർ വ്യൂ പറയുന്നുണ്ട്, അതിനുശേഷം ഒരു മന്ത്ലി വ്യൂ പറയുന്നുണ്ട്, അതിനുശേഷം ഒരു വീക്കിലി വ്യൂ പറയുന്നുണ്ട്, അതിനുശേഷം നമ്മളൊരു 5 മിനിറ്റ് വ്യൂ പറയുന്നുണ്ട്. അതാണ് ഇൻട്രാഡേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞിരുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ അങ്ങനെ ഓരോ സെക്ഷൻ വൈസ് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതുപോലെ നമ്മുടെ സ്റ്റോക്ക് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാര്യം എന്താ, നിഫ്റ്റി നാസയിലൊരു ഒരു മൂവ്മെന്റ് നടന്നു, അതുകൊണ്ട് സ്റ്റോക്ക് എല്ലാം നല്ല രീതിയിൽ പെർഫോം ചെയ്യും. നമ്മൾ പറഞ്ഞ പോയിന്റിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റുന്ന കേസാണ്. ഓക്കെ, സോ ഇനി ഈ പറയുന്ന CPR എന്ന് പറയുന്നത് നാളെയും വാലിഡ് ആണ്. അതായത് വീക്കിലി CPR എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഫ്രൈഡേ ടു തേഴ്സ്ഡേ അല്ല, മൺഡേ ടു ഫ്രൈഡേ ആണ്. ഫ്രൈഡേ ടു തേഴ്സ്ഡേ നമ്മൾ എക്സ്പയർക്ക് യൂസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ ആ ഒരു സെൻസിൽ ഒരിക്കലും നിങ്ങൾ എടുക്കാതെ ഇരിക്കുക. എപ്പോഴും മൺഡേ ടു ഫ്രൈഡേ ആണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. CPR വ്യൂവിൽ നോക്കുമ്പോൾ ഓക്കെ. ഇനി മന്ത്ലി വ്യൂവിൽ ഒന്നെടുത്ത് കാണിച്ചു തരാം. മന്ത്ലി വ്യൂവിലാണെങ്കിലും നിങ്ങൾ നോക്കേ, ഇന്ന് രാവിലെ തന്നെ ഞാനിതിപ്പോൾ 3 അവർ ക്യാൻഡിലാണ് ഇട്ടേക്കുന്നത്, 25 അവിടെ വന്നു, വീണ്ടും നമ്മൾ ഡൈനാമിക് റെസിസ്റ്റൻസിന്റെ അടുത്ത് എത്തി, വീണ്ടും അത് ബ്രേക്ക് ഡൗൺ ആയി താഴോട്ട് വന്നു. അപ്പോൾ ഇതെല്ലാം ക്ലബ്ബ് ചെയ്ത് ട്രേഡ് ചെയ്തവർക്ക് ഉറപ്പായിട്ട് പ്രോഫിറ്റ് ആയിരിക്കും. കാര്യം എന്തുകൊണ്ടാ, ഈ മാസം ഒരു വൈഡ് CPR ആണ്. കൂടാതെ നമ്മൾ ലോങ്ങർ വ്യൂവിൽ എന്താണ് പറഞ്ഞത്, ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങൾ ക്ലബ് ചെയ്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ. അതിനാണ് ഞാൻ പറഞ്ഞത്, ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മസ്റ്റ് ആയിട്ട് ഇന്നലത്തെ വീഡിയോ ഒന്ന് കാണുക. കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ അതിനകത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട്. സോ അങ്ങനത്തെ ഒരു ഇതില് നമ്മളിന്ന് മാന്യമായുള്ള പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. കാര്യം അതിനുശേഷമുള്ള ഭീകരമായുള്ള പോയിന്റ്സ് ഒന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം ഇന്നെന്ന് പറഞ്ഞാൽ നമ്മൾ 0 to ഹീറോയും കാര്യങ്ങളും അങ്ങനെയുള്ള പല ഗെയിമും നമ്മൾ കളിക്കുന്നതാണ്. റെക്കോർഡ് പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അതിൽ വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ സ്റ്റുഡൻസിനും അതുപോലെ അടുത്ത 5 മിനിറ്റ് വ്യൂവിലോട്ട് പോവുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പോയിന്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. കാര്യം നാളത്തെ ലെവൽ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവൽ ഞാൻ ഇപ്പോഴേ നമ്മൾ, അതായത് ഒരു കാര്യം നടന്നതിന് ശേഷം പറഞ്ഞതിന് നമുക്ക് താല്പര്യമില്ല. നാളത്തേക്ക് വേണ്ടുന്ന പോയിന്റ് ഇന്നേ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ട് വരെയാണ്. അതിനെ കുറ്റം പറയാൻ ചില ആൾക്കാർ, അതായത് നമ്മൾ ജോൾസിനൊന്നുമല്ല, ചാർട്ട് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ മാർക്ക് ചെയ്ത് നാളത്തെ ദിവസത്തെ കാര്യം നമ്മൾ ഇന്നേ മാർക്ക് ചെയ്ത് തരിക. അതും ഇങ്ങനെ നടക്കാം അങ്ങനെ നടക്കാമെന്നല്ല പറയുന്നത്, ക്ലിയർ ആയിട്ട് ഇന്ന പോയിന്റിൽ നമ്മൾ മാർക്ക് ചെയ്ത് ഇട്ട് തരികയാണ്. എന്നിട്ട് നാളത്തെ ഒരു വ്യൂവും കൂടെ പറഞ്ഞു തരുവാണ്, ഇങ്ങനെ നടക്കാനാണ് സാധ്യത അല്ലെങ്കിൽ ഇങ്ങനെ നടക്കാതിരിക്കാനാണ് സാധ്യത. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, നമ്മൾ ദൈവമൊന്നുമല്ല, ക്ലിയർ കട്ടായിട്ടാണ് പറയുന്നത്. അത് ഒരു ട്രേഡിംഗ് എന്ന് പറയുന്ന ഒരു ഫീൽഡിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഒരിക്കലും ഇതിനൊന്നും ഇങ്ങനെ ചുമ്മാ എന്നേന്നല്ല, ഇങ്ങനെ നിങ്ങൾ അനാലിസിസ് വീഡിയോ ചെയ്യുന്ന ആരെയും നിങ്ങൾ വിമർശിക്കില്ല. കാര്യം വിമർശിക്കാം, ചുമ്മാ വന്ന് കുറെ ന്യൂസും കാര്യങ്ങളും പറഞ്ഞിട്ട് പോകുന്നതിനെ വിമർശിക്കാം. ചാർട്ടിൽ ഇമ്പോർട്ടന്റ് പോയിന്റ് പറഞ്ഞു തന്ന് നാളത്തെ മാർക്കറ്റ് വ്യൂവും പറഞ്ഞു തരുന്ന ആളെ എങ്ങനെയാ വിമർശിക്കുന്ന? അല്ലെങ്കിൽ ഇത് വല്ല ദൈവം നമ്പുരാനായിരിക്കും. അത് നമ്മൾ പറയുന്ന വേറെ ഒന്നും കൊണ്ടല്ല, പറയാനുള്ളത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. നമുക്ക് ഒരു അമർഷം ഉണ്ടല്ലോ ഉള്ളില്, നമുക്കും തലയിൽക്കൂടൊന്നും ഓടുന്നില്ലല്ലോ ഇതിങ്ങനെ ഷെയർ ചെയ്യാനായിട്ട്. നമ്മളൊരു അറിയാവുന്ന ഫീൽഡിനെ പറ്റി നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പൊ ആ ഒരു സെൻസിൽ മാക്സിമം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മളൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ അനലൈസിലും കൂടെ പറയുന്ന കാര്യങ്ങൾ ക്ലബ് ചെയ്തിട്ട് ആ ലോജിക്കുമായിട്ട് സിങ്ക് ആവുന്നെങ്കിൽ മാത്രം ട്രേഡിലോട്ട് പ്രിഫർ ചെയ്യുക. അത്രയും ചെയ്താൽ പോരെ, അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അടുത്തത് നാളത്തെ ഇമ്പോർട്ടന്റ് ലെവൽ എടുക്കുമ്പോൾ ഞാൻ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ലെവലായിട്ട് പറയുന്നെങ്കിൽ ഇതാണ് നിഫ്റ്റിയുടെ കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ എന്തായാലും ടെലഗ്രാമിൽ ഞാൻ ഇട്ടേക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് നാളത്തെ ദിവസം ഒരു കൺസോൾട്ടേഷൻ ആണ്. കൺസോൾട്ടേഷൻ മീൻസ് ഇങ്ങനത്തെ കൺസോൾട്ടേഷൻ അല്ല, ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നിഫ്റ്റി എങ്ങനെയാണോ അതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു CPR ആണ് നാളത്തേക്ക് വന്നേക്കുന്നത്. ഓക്കെ, ഏറ്റവും കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടിന് സാധ്യത നമുക്ക് തരുന്നത് ഇത് ഷിഫ്റ്റ് ആയിട്ട് വരുമ്പോഴാണ്. തലേ ദിവസത്തെ CPRന്റെ അകത്ത് ഇന്നത്തെ ദിവസത്തെ CPR വരുമ്പോഴാണ് കുറച്ചുകൂടെ ഗ്യാരണ്ടി ആയിട്ട് വരുന്നത്. എന്നാൽ കൂടി നമ്മുടെ മാർക്കറ്റിന്റെ ലോങ്ങർ വ്യൂവും കാര്യങ്ങളും നാളത്തെ ദിവസം ഒരു ഫ്രൈഡേ ആയതുകൊണ്ട് മൊത്തത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ്. ഇങ്ങനെ തന്നെ നടക്കും നമ്മൾ പറയുമല്ലോ. ആ സമയത്ത് നിങ്ങൾ ക്ലബ് ചെയ്യുക, ആ സമയത്ത് വീക്ക്ലി CPR എവിടെയാണെന്ന് നോക്കുക, മന്ത്ലി CPR എവിടെയാണെന്ന് നോക്കുക, ഡെയിലി ക്യാൻഡിൽ നിങ്ങൾ നോക്കുക. ഇത്ര നോക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇൻട്രാഡേ ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് ഒരു ലാപ്പ് ഉണ്ടെങ്കിൽ ഓടി നിൽക്കണം, 2 ലാപ്പ് ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം, അല്ലെങ്കിൽ ഒരു ലാപ്പ് മൊബൈലും ആണെങ്കിൽ അത്രയും നല്ലത്. ഒരു മൊബൈലിൽ മാത്രം ഇതെല്ലാം കൂടെ നോക്കാൻ ബുദ്ധിമുട്ടാണ്, അത് 100% ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ നാളത്തെ ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, അതായത് ഏറ്റവും ഹാർഡ് കോർ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇവിടാണ്. അപ്പൊ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്തിടാം. ഈ ഒരു പോയിന്റ് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട്, അതായത് ഏതാണ്
17,650 എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്ത് തരാം. കാര്യം ഇവിടെ മാർക്കറ്റ് ഒരുപാട് വന്നു, എന്നിട്ട് അവിടുന്ന് പോയി വീണ്ടും അവിടെ വന്നിട്ട് ഇവിടുന്ന് പച്ച ക്യാൻഡിൽ ഫോം ആയി. ഇതുപോലെ ഒരു റിവേഴ്സൽ പ്രതീക്ഷിച്ച് ഒരുപാട് ആൾക്കാർ ട്രേഡ് എടുത്താണ്. പക്ഷെ അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്തുകൊണ്ട് ഒരു പോയിന്റ് ഇറങ്ങിയിരിക്കുകയാണ്. സോ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് തരാം. അപ്പൊ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിലും ആ സെയിം കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ദാ ഇവിടെ അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് സെല്ലിംഗ് സോൺ നിങ്ങൾ ഏറ്റവും മുകളിൽ മാർക്ക് ചെയ്യുക. സെല്ലിംഗ് സോണിന്റെ തൊട്ട് താഴെ തന്നെയാണ് മണി സോൺ നിഫ്റ്റിയിൽ വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും എക്സാക്ട്ലി സെയിം ആണ്. കാര്യം എന്തുകൊണ്ടാണ്? ഏറ്റവും കൂടുതൽ ഇന്ന് കൺസോൾട്ടേഷൻ നടന്ന അവിടാണ്. സോ മോസ്റ്റ് പ്രോബബ്ലി നാളെ എന്തായാലും ആ ഒരു പോയിന്റ് റെസ്പെക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നെ CPR അത് നിങ്ങൾക്കറിയാം. പിന്നെ ഈ ഒരു ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു സ്വിംഗ് ലോ ആണ്. കൂടാതെ തന്നെ അതിന്റെ ഒരു പച്ച കളർ നമ്മൾ പ്ലോട്ട് ചെയ്തേക്കുന്നത് വേറെ ഒന്നുമല്ല, ഡേ ബിഫോർ അതായത് 3 days ബിഫോർ ആയിട്ട് ഒരു ഹ്യൂജ് ഗ്രീൻ ക്യാൻഡിൽ ഫോം അയക്കുന്നില്ലേ, അതിന്റെ ബേസ് ആണ് ഈ മാർക്ക് ചെയ്തേക്കുന്നത്. അതും നല്ലൊരു ബൈയിങ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. കാര്യം ഒരു ബൈയിങ് സോൺ പ്ലസ് അതൊരു സ്വിംഗ് ലോ ആണ്. സോ അത് അങ്ങനെ ആക്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇഫ് OI ഓൾസോ സപ്പോർട്ട്സ്, അത് ഞാൻ എപ്പോഴും കൂടെ പറയുകയാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ വീണ്ടും പറയാണ്, ഡെയിലി ക്യാൻഡിൽസ് ഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മൂവിംഗ് ആവറേജസ് പ്ലോട്ട് ചെയ്ത് നോക്കുക. അവിടെ നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ എന്തിനാണ് ഷെയർ ചെയ്യുന്നതെന്ന്. അത് പറഞ്ഞു തരാത്ത എന്തുകൊണ്ടാണെന്ന് അറിയോ? സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്താലേ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഉള്ളിന്റെ അകത്തോട്ട് കയറത്തും. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ നിഫ്റ്റിയുടെ ഈ ഇമ്പോർട്ടന്റ് പോയിന്റ് ഇത്ര മാർക്ക് ചെയ്യുക. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ വരുവാണെങ്കിൽ എക്സാക്ട്ലി ഇന്നത്തെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റ്, അതായത് ഇന്നത്തെ ഹൈ നമുക്ക് മാർക്ക് ചെയ്തിടാം. രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. പിന്നെ വോർജിൻ CPR കാര്യങ്ങളൊക്കെ താഴെയുണ്ട്, അത് നിങ്ങൾക്ക് തന്നെ പ്ലോട്ട് ചെയ്യാൻ അറിയാവുന്നതാണ്. പിന്നെ 38,230 എന്ന് പറയുന്നത് നല്ലൊരു ലെവലാണ്. പിന്നെ നിഫ്റ്റിയിൽ എന്താണ് നമ്മൾ പറയുന്നത്? എക്സാക്ട്ലി അതുപോലെ ഒരു ബൈയിങ് സോണും ഒരു സ്വിംഗ് ലോയും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തേക്കാം. പിന്നെ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ടും ടെലഗ്രാമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ മുകളിലോട്ടാണെങ്കിൽ നിങ്ങൾ ഈ 39,750 38,000 റൗണ്ട് ഫിഗർ പ്ലസ് ഒരു സെൽ ഓഫ് ഡേ ബിഫോർ എസ്റ്റർഡേ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു സ്ഥലമാണ്. അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയാണ് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ സ്റ്റോക്കിലോട്ട് പോവുകയാണെങ്കിൽ 1 second. ഓക്കെ, അപ്പൊ ഇനി സ്റ്റോക്കിലോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നാളത്തേക്ക് നോക്കി വെക്കാൻ പറ്റുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നാളെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മോസ്റ്റ് പ്രോബബ്ലി ഒരു റേഞ്ച് ബൗണ്ട് ആണ്. സോ അതിനനുസരിച്ചുള്ള രീതിയിൽ നിങ്ങൾ ട്രേഡ് പ്രിഫർ ചെയ്യാവുള്ളൂ നമ്മൾ സ്റ്റോക്ക് പ്രൊവൈഡ് ചെയ്യുന്നെങ്കിലും. അതിനകത്ത് ഒന്നാമത്തെ ICICI Prudential, അതിന്റെ അപ്പർ ലെവൽ എന്ന് പറയുന്നത് 594.45, ലോവർ ലെവൽ 585.5. ഇനി ഗ്ലെൻമാർക്ക് ആണെങ്കിൽ ഗ്ലെൻമാർക്ക് ഫാർമ ആണെങ്കിൽ അതിന്റെ ഹയസ്റ്റ് ലെവല് 385.15, ലോവർ ലെവൽ എന്ന് പറയുന്നത് 378. ഓക്കെ, അടുത്തത് HDFC അസറ്റ് മാനേജ്മെന്റ്. ഓക്കെ, HDFC അസറ്റ് മാനേജ്മെന്റിന്റെ ഇന്നത്തെ ഹൈയും ലോയും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. ഇന്നത്തെ ഹൈയും ഇന്നത്തെ ലോയും മാർക്ക് ചെയ്ത് വെക്കുക. ഒരു കൺസോൾട്ടേഷൻ ആണ്. പിന്നെ കൂടാത്തതിന് ഈ ഒരു അത് വേറൊന്നുമല്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് അല്ലേ ചേർത്ത് ആദ്യം നല്ലൊരു വിൽക്കുന്ന ഒരു റിജക്ഷൻ നമുക്ക് ഉണ്ടായി. എന്നിട്ട് ഇവിടുന്ന് ബൈങ് പ്രഷർ ഉണ്ടായിട്ട് വീണ്ടും ഈ പോയിന്റിൽ വന്നപ്പോൾ എക്സാക്ട്ലി അത് വീണ്ടും ഒരു കൺസോൾട്ടേഷൻ ആണ്. ബിക്കോസ് അതൊരു പോയിന്റ് ഓഫ് കൺട്രോൾ ആയിട്ട് നാളെ അത് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ പോയിന്റ് ഓഫ് കൺട്രോളിൽ നിന്ന് വല്ലോ ഭീകരമായിട്ട് ഒരു മൂവ്മെന്റ് ഏത് സൈഡിലോട്ട് നടക്കുന്നു അങ്ങോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓൾവേസ് കമ്പയർ ഇറ്റ് വിത്ത് നിഫ്റ്റി. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുകയാണ്. കാര്യം വെള്ളിയാഴ്ച ദിവസങ്ങൾ, അതായത് വ്യാഴാഴ്ച വൈകിട്ട് വലിയ കാര്യങ്ങൾ നമ്മൾ പറയില്ല. കാര്യം എന്തുകൊണ്ടാ? OI ഒന്നും കാണിക്കാത്ത വേറൊന്നുമല്ല. സോ OI കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് അടുത്ത ആഴ്ചത്തെ എക്സ്പയറിയിലെ കാര്യമാണ് കാണിക്കുന്നത്. സോ അത് വലിയ പവർഫുൾ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.